നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ച SIT ഓഫീസിന് പുറത്തുവച്ചായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിൽ നടന്ന ചോദ്യം ചെയ്യൽ 2 മണിക്കൂർ നീണ്ടു. മുൻ മന്ത്രി എന്ന നിലയിൽ അറിയാവുന്നത് പറഞ്ഞുവെന്നാണ് ചോദ്യം ചെയ്യൽ സ്ഥിരീകരിച്ചുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചത്. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൊല്ലം വിജിലൻസ് കോടതി നീട്ടി. ദ്വാരപാലക ശില്പ കേസിൽ ജാമ്യാപേക്ഷയിൽ ജനുവരി 7-നായിരിക്കും വിധി. കോടതി വളപ്പിൽ പത്മകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എല്ലാം അയ്യപ്പൻ നോക്കിക്കോളുമെന്നായിരുന്നു പത്മകുമാർ പ്രതികരിച്ചത്. ദൈവതുല്യൻ ആരാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ ആണോ എന്നുമുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ശവന്തീനികളല്ലെന്നായിരുന്നു ഉത്തരം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. അന്വേഷണ സംഘത്തിൽ 2 CIമാരെ കൂടി ഉൾപ്പെടുത്താനാണ് തീരുമാനം. ചെങ്ങന്നൂരിൽ ABVP പ്രവർത്തകനായിരുന്ന വിശാലിനെ കൊലപ്പെടുത്തിയ കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. കേസിലെ 19 പ്രതികളും ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരാണ്. ആദ്യത്തെ 12 പ്രതികളാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതായി കേസുള്ളത്. പന്തളം സ്വദേശികളായ നാസിം, ഷെഫീഖ്, അൻസാർ ഫൈസൽ, ആസിഫ് മുഹമ്മദ്, സനൂജ്, ചെറിയനാട് സ്വദേശികളായ ആഷിഖ്, നാസിം, അൽതാജ്, സഫീർ, അഫ്സൽ, വെൺമണി സ്വദേശിയായ ഷമീർ റാവുത്തർ തുടങ്ങിയവരാണ് കേസിലെ പ്രധാന പ്രതികൾ. കേസിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പ്രതിയും ഉൾപ്പെട്ടിരുന്നു. കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൊലപാതകം നടന്ന് 13 വർഷങ്ങൾക്ക് ശേഷം പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി വന്നത്. കേസിലെ 19 പ്രതികളും നിലവിൽ ജാമ്യത്തിലാണ്. കോന്നി NSS കോളേജിലെ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന വിശാലിന് 2012 ജൂലൈ 16-നാണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ വിശാൽ പിറ്റേന്നാണ് മരിച്ചത്. ABVP പ്രവർത്തകരായ വിഷ്ണുപ്രസാദിനും ശ്രീജിത്തിനും ഉൾപ്പെടെ 10ഓളം പേർക്ക് അന്ന് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. സാക്ഷികളായ ക്യാമ്പസിലെ KSU SFI പ്രവർത്തകർ വിചാരണ വേളയിൽ മൊഴി മാറ്റിയിരുന്നു. അതേസമയം വിധിക്കെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെ മറികടക്കാനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3-ാം വട്ടവും ഭരണം പിടിക്കാനും LDF മേഖലാ ജാഥ നടത്തും. തെക്ക്, മധ്യ കേരളം, വടക്ക് എന്നിങ്ങനെ 3 ജാഥകളാണ് ഫെബ്രുവരി മുതൽ നടത്തുന്നത്. ഇടതുമുന്നണിയെ നയിക്കുന്ന CPM-ഉം പ്രധാന കക്ഷികളായ CPI-യും കേരള കോൺഗ്രസ് M-ഉം ജാഥയ്ക്ക് നേതൃത്വം നൽകും. വടക്കൻ മേഖലാ ജാഥയുടെ ക്യാപ്റ്റനായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മധ്യ കേരള ജാഥയുടെ ക്യാപ്റ്റനായി കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി MP-യും തെക്കൻ മേഖലാ ജാഥയുടെ ക്യാപ്റ്റനായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ജാഥ നയിക്കും. കേരള യാത്രയ്ക്ക് പുറമെ വീടുകൾ കയറിയുള്ള ആശയ സംവാദം CPM നേതൃത്വത്തിൽ നടത്തും. ജനുവരി 15 മുതൽ 22 വരെയാണ് വീട് കയറ്റം. ജനുവരി 5-ന് വാർഡ് തലത്തിൽ തൊഴിലുറപ്പ് സംരക്ഷണ അസംബ്ലിയും നടത്തും. ജനുവരി 12-ന് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയത്തിനെതിരെ സത്യാഗ്രഹ സമരവും നടത്തും. എറണാകുളം ബ്രോഡ്വേയിലും കൊല്ലത്ത് ഉമയനല്ലൂരിലും തീപിടുത്തം. നെയിം പ്ലേറ്റ് നിർമ്മാണ സ്ഥാപനത്തിൽ വൻ തീപിടുത്തം. ബ്രോഡ്വേയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 12 കടകൾ കത്തിനശിച്ചു. ഫാൻസി കളിപ്പാട്ട കടകളാണ് കത്തിനശിച്ചത്. ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഷോർട്ട് സർക്യൂട്ട് അല്ല കാരണമെന്ന് KCB വിലയിരുത്തിയിട്ടുണ്ട്. കാരണം കണ്ടെത്തി നടപടിയെടുക്കുമെന്ന് മേയർ VK മിനി അറിയിച്ചു. സിറ്റി ബസാറിന് സമീപമുണ്ടായിരുന്ന മാലിന്യ കൂമ്പാരത്തിൽ നിന്നുമാണ് തീ പടർന്നത് എന്നാണ് പ്രാഥമിക വിവരം. ഉമയനല്ലൂരിൽ വാടക വീട്ടിൽ പ്രവർത്തിക്കുന്ന നെയിം പ്ലേറ്റ് നിർമ്മാണ യൂണിറ്റാണ് കത്തി നശിച്ചത്. നിസാറിന്റെ ഉടമസ്ഥതയിലുള്ള വീട് ഷമീർ എന്നയാൾക്ക് വാടകയ്ക്ക് നൽകിയിരുന്നു. അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ടിരുന്ന ഭാഗത്താണ് തീ പടർന്നത്. പാചകവാതക സിലിണ്ടറുകളിലേക്ക് തീ പടർന്നെങ്കിലും അഗ്നിരക്ഷാസേനയുടെ സംയോജിതമായ ഇടപെടലിൽ വലിയ അപകടം ഒഴിവായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. യൂണിറ്റിലെ തൊഴിലാളികൾ പുറത്തുപോയ സമയത്താണ് തീപിടുത്തമുണ്ടായത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പവന് ₹1,00,000 കടന്ന സ്വർണം 1,00,000-ന് താഴെയായി. ഇന്ന് ഗ്രാമിന് 265 രൂപയും പവന് 2120 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണ്ണവില ഗ്രാമിന് 12,485 രൂപയിലും പവന് 99,880 രൂപയിലുമായാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അതേസമയം 18 കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 215 രൂപ കുറഞ്ഞ് 10,265 രൂപയും പവന് 82,120 രൂപയുമായി. 14 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 170 രൂപ കുറഞ്ഞ് 7,995 രൂപയും പവന് 63,960 രൂപയുമായി. നടി സണ്ണി ലിയോണിയുടെ പുതുവത്സരാഘോഷ പരിപാടി സന്യാസിമാരുടെ എതിർപ്പിനെ തുടർന്ന് റദ്ദാക്കി. ഉത്തർപ്രദേശിലെ മധുരയിൽ സണ്ണി ലിയോണിയുടെ പരിപാടി സംഘടിപ്പിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പരിപാടിക്ക് മുന്നോടിയായി സംഘാടകരായ ഹോട്ടലുകാർ ഒരു പ്രൊമോഷൻ വീഡിയോ പുറത്തിറക്കിയിരുന്നു. പുതുവത്സരാഘോഷത്തിന് തുടക്കം കുറിക്കാൻ DJ-യായി ഞാനും എത്തുന്നുവെന്ന് സണ്ണി ലിയോണി വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ സന്യാസി സമൂഹവും മതസംഘടനകളും പരിപാടിക്കെതിരെ രംഗത്ത് വരികയായിരുന്നു. മധുര ഒരു പുണ്യ നഗരമാണെന്നും നഗരത്തിൽ ഇത്തരം പരിപാടികൾ അനുവദിക്കാനാകില്ല എന്നുമാണ് പ്രതിഷേധക്കാർ അഭിപ്രായപ്പെട്ടത്. ഇതോടെ സംഘാടകർ പരിപാടി റദ്ദാക്കിയതായി അറിയിക്കുകയായിരുന്നു. ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ബീഗം ഖാലിദ സിയ അന്തരിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ധാക്കയിലെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ
ഇന്ന് രാവിലെ 6 അന്ത്യം. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചെയർപേഴ്സൺ ആയിരുന്നു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി സിയ റഹ്മാന്റെ ഭാര്യയായ ഖാലിദ സിയ ഭർത്താവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് 1981 ഭരണ നേതൃത്വത്തിലേക്ക് എത്തുന്നത്. ബംഗ്ലാദേശിൽ പട്ടാള ഭരണത്തിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ ബീഗം ഖാലിദ സിയ 1991 ആദ്യം പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത്. 1996 വരെ പ്രധാനമന്ത്രിയെ തുടർന്ന് ഖാലിദ സിയ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും കാലാവധി പൂർത്തിയാക്കാനായില്ല. പിന്നീട് 2001 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തിലും ഖാലിദ സിയ പ്രധാനമന്ത്രി പദത്തിലെത്തി. 2018 അഴിമതി കേസിൽ തടവിലാക്കപ്പെട്ട ഖാലിദ സിയ 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന സർക്കാർ രാജിവെച്ചതോടെയാണ് മോചിതയായത്. മുൻ MLA-യും കേരള കോൺഗ്രസ് ചെയർമാനുമായിരുന്ന കാപ്പുന്തല പാറപ്പുറത്ത് പാലുവേലിൽ PM മാത്യു അന്തരിച്ചു. 75 വയസ്സായിരുന്നു. 3 ആഴ്ച മുൻപ് ഉദരസംബന്ധമായ രോഗത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 3:15 മാർ സ്ലീവ മെഡിസിറ്റിയിലായിരുന്നു അന്ത്യം. സംസ്കാരം ബുധനാഴ്ച 3 കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴ്ത്തുപള്ളി. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയമ്മ അന്തരിച്ചു. കൊച്ചി എളമക്കരയിലെ വസതിയിലായിരുന്നു അന്ത്യം. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഭർത്താവ് പരേതനായ വിശ്വനാഥൻ നായർ പരേതനായ പ്യാരിലാൽ മൂത്ത മകനാണ്. അമ്മയുമായുള്ള ആത്മബന്ധത്തിന്റെ കഥ മോഹൻലാൽ പലപ്പോഴും പങ്കുവച്ചിരുന്നു. 93-ാം ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ശശി തരൂർ MP അടക്കമുള്ളവർ പങ്കെടുത്തു. രാവിലെ ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തിയതോടെയാണ് ഈ വർഷത്തെ ആഘോഷത്തിന് തുടക്കമായത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയതിൽ ക്രമക്കേടെന്ന പരാതി. സംഭവത്തിൽ കോർപ്പറേഷൻ മുൻ കൗൺസിലർ ശ്രീകാര്യം ശ്രീകുമാർ വിജിലൻസിന് പരാതി കൈമാറി. കുറഞ്ഞ തുകയ്ക്ക് കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകി വൻ തുകയ്ക്ക് അതേ കെട്ടിടങ്ങൾ മറിച്ചു നൽകുന്നുവെന്ന പരാതിയിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഓരോ വർഷവും കെട്ടിട വാടക പുതുക്കണമെന്ന വ്യവസ്ഥയും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും പരാതിയിൽ പറയുന്നു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.